അഴകുഴമ്പ് മറുപടിയാണ്. അഴകുഴമ്പൻ വർത്താനം പറയാണ്. തുച്ഛമായ തുക, നമുക്ക് തുച്ഛമായ പണമാണ്. സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഭാഗമായിട്ടുള്ള നമുക്ക് ലഭിക്കേണ്ട ഫണ്ട് ഇത് പറഞ്ഞ് തടഞ്ഞു വെക്കുന്നു. SK ഫണ്ട് ഇതിന്റെ പേരിൽ തടഞ്ഞു വെക്കുക എന്നുള്ള നിയമവിരുദ്ധ പണിയാണ്. അങ്ങനെ തടഞ്ഞു വെക്കാൻ കേന്ദ്രത്തിന് നിയമപരമായി യാതൊരു അവകാശവുമില്ല. കോടതിയിലേക്ക് പോയി ആ ഫണ്ട് വാങ്ങിയെടുത്ത തമിഴ്നാടിന്റെ ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. തമിഴ്നാടിന്റെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശം വന്നു, ആ പരിപാടി വരില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടൽ തൽക്കാലമില്ല. അത് കേന്ദ്ര സർക്കാരുമായി തെറ്റേണ്ടി വരും. നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരുമായി തെറ്റുന്ന ഒരു പരിപാടിക്കും ഇല്ല. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ വന്നാൽ കേരയിൽ റദ്ദാക്കുമെന്നാണ്. കേരയിൽ പദ്ധതി റദ്ദാക്കുമെന്ന പ്രഖ്യാപനം അവിടെ ഉണ്ടായി. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ വന്നാൽ ഈ ഗൺമാന്മാർക്കെതിരെ കേസെടുക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ രക്ഷാപ്രവർത്തന SIT ഉണ്ടായി. PMCയുടെ കാര്യത്തിൽ എന്താണ് എടുക്കാത്തത്, നിലപാടെടുക്കാത്തത്? ആ സത്യം എന്തുകൊണ്ടാണ് ഈ PMC കാര്യത്തിൽ ഉണ്ടാവാതെ പോകുന്നത്? കേന്ദ്ര സർക്കാരുമായിട്ടൊരു ഒരു തർക്ക വിതർക്കത്തിന്, ഒരു സംഘർഷത്തിന് അവർ തയ്യാറല്ല. ഞങ്ങൾ ഈ കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടൽ തൽക്കാലമില്ല. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ പറഞ്ഞ നയങ്ങളെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് ആർജവുമില്ല, ഞങ്ങൾക്ക് ധൈര്യമില്ല. അല്ല, ഈ വാർത്ത കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ട്? ഇല്ല. എന്നാൽ പറഞ്ഞു തരാം. അതായത് കേരളത്തിലല്ല, പൊതുവെ ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു കേട്ടിയ ഒരു പരിപാടി, ടൂൾ കിറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്, അറിയുമോ? അതായത് രാജ്യവിരുദ്ധ ശക്തികൾ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ ഇരുന്നുകൊണ്ട് വാർത്തകളൊക്കെ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ചില ഏജന്റ് വഴി കേരളത്തിലെ ചില പച്ചപ്പട മാധ്യമ പ്രവർത്തകർക്ക് എത്തിച്ചു കൊടുക്കും. അവരത് വളരെ തന്മയത്വത്തോടുകൂടി ജനങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ അവതരിപ്പിക്കും. നിഷ്കളങ്കരായ നമ്മൾ വിചാരിക്കും ഇത് ഇവരുടെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യമാണ്. ഇത് ഇവരുടെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യമേ അല്ല. പകരം ഇവർക്ക് ഇത് എത്തിക്കേണ്ടവർ അതായത് സമയത്ത് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് മാത്രമല്ല, ഇതിനോടൊപ്പം മദ്യവും മധുരാശിയും പണവും എല്ലാം കിട്ടി. ഇത് വാങ്ങി നക്കിയിട്ടാണ് നിഷ്കളങ്കം എന്ന രൂപേണ ഈ വാർത്തകളൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുക. ഒരിക്കലും ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഒന്നെങ്കിൽ ഞാൻ ഒരു ഏഷ്യാനെറ്റിൻ്റെ പ്രേക്ഷകനാണെങ്കിൽ ഞാൻ ആ ചാനലായിരിക്കും വെക്കുന്നത്. അതുകൊണ്ട് ഈ വാർത്തയിലൂടെ സിമിലാരിറ്റി ഒന്നും നമുക്ക് മനസ്സിലാകത്തില്ല. അതാണ് ഇവരുടെ ഏറ്റവും വലിയ വിജയം. പക്ഷേ ഇത് പിടിക്കപ്പെട്ടപ്പോഴെങ്കിലും ഇനിയെങ്കിലും ഈ വീഡിയോ കാണുന്നവരെങ്കിലും മനസ്സിലാക്കുക. കുറേ നാൾ കൊണ്ട് BJP അതേപോലെ സംഘപരിവാറൊക്കെ പറയുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ടൂൾ കിറ്റ് വരുന്നത്, അതാണ് നമ്മുടെ മാധ്യമപ്രവർത്തകർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടല്ല ഉള്ളൂ. യാഥാർത്ഥ്യം ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോയിലൂടെ തെളിയുകയാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളെങ്കിലും മനസ്സിലാക്കുക, ഇതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു ഹിഡൻ അജണ്ടയുണ്ട്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന നിഷ്പക്ഷമായ മാധ്യമപ്രവർത്തകരുടെ ഉള്ളിലിരിപ്പും കയ്യിലിരിപ്പും ഒക്കെയാണ്. കാശിനു വേണ്ടി എന്ത് വൃത്തികേടുകളും പറയാനും ചെയ്യാനും മടിയില്ലാത്ത ഒരു ടീമായി മാറിയിരിക്കുകയാണ് ഇവർ. ഇതിനെയായിരുന്നു കുറേ നാളുകൊണ്ട് സംഘപരിവാറും BJP ഒക്കെ എതിർക്കുന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കെങ്കിലും മനസ്സിലായി കാണും എന്താണ് യഥാർത്ഥത്തിൽ ടൂൾ കിറ്റ് എന്ന്. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.